ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളെ തറവാട്ടിലെ കല്യാണ ദിവസമാണ്. ഇന്നാണ് നിക്കാഹ്, ഇന്നാണ് പെണ്ണ് ഇവിടെ കയറി വരുന്നത്, എല്ലാം ഇന്നാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റിൽ തന്നെ അതാ ഉമ്മ നല്ല അടിപൊളി പർദ്ദയൊക്കെ ഇട്ട് ഉഷാറായി. ആങ്ങളൻ്റെ മോൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ ഇവരെ രണ്ടാളെയും ഇന്ന് തുടക്കത്തിൽ ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഇന്ന് അങ്ങോട്ട് എല്ലാം ഞാൻ കാണിക്കും. എല്ലാവരെയും നിക്കാവും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നതും റൂമും എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും മറന്നുപോയവരുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. നവി അങ്ങനെ അനിയത്തി ഒരുങ്ങിക്കഴിഞ്ഞു. അനിയത്തി ഞാനും ഒരേ കളർ ഡ്രസ്സൊക്കെ അത് അനിയത്തിൻ്റെ ഭർത്താവാണ്. ഞങ്ങളൊക്കെ ഒരുങ്ങി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്കനെ കാണാൻ പോവട്ടോ. കല്യാണ ചെക്കന് പെങ്ങള്, അനിയന്, പിന്നെ ഏട്ടൻ്റെ അനിയൻ്റെയൊക്കെ മക്കളാണ്. അതാ അവരാണ് ഒരുങ്ങി കല്യാണത്തിന് പോവാൻ ഒരുങ്ങുന്ന ഞങ്ങള്. ക്യാമറ ഞങ്ങൾ കല്യാണച്ചക്കൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്ന കൊടുക്കണം. അമ്മ ബെഡ്റൂം ഒക്കെ എടുത്തോട്ടോ. ഇതാണ് ഞങ്ങളെ പുതിയാപ്പിള ഇന്നത്തെ താരത്തിൻ്റെ റൂം കാണണ്ടെങ്കിൽ അടിപൊളി റൂമൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങള്. ആങ്ങളൻ്റെ മോനാണ്. ഇതാ റൂമൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഇവിടെ സ്വന്തം വരച്ച് റെഡിയാക്കിയത്. ആള് എംടെക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഗുണം ഇവിടെ കാണാനുണ്ട് റൂമിന്. ഇതാ അടിപൊളി സൂപ്പർ, നല്ല അടിപൊളി കളറാ മൊത്തം. ഇവിടെ വരെ ബെഡ്ഷീറ്റ് വരെ ഒരേ കളറാ സെലക്ട് ചെയ്ത്. ആങ്ങളയും മോനും. ആങ്ങള, ഉപ്പ, ഉമ്മ, കല്യാണ ചെക്കൻ. ഇതാ കുടുംബം, ഉപ്പ, ഉമ്മ, 3 മക്കൾ. നമുക്ക് അവിടെ നോക്കി എല്ലാരും ഉപ്പാനൊക്കെ നോക്കി. ഇപ്പൊ ഇവിടെ മോളെ നോക്കിയപ്പോ മോളെ നോക്കിയല്ല ഒന്ന് ചെയർ ഒഴിവാക്കിട്ട് ഒരു ഫോട്ടോ എടുക്കാം. പല മോഡലിലെ ഫോട്ടോ. ഒന്ന് എല്ലാരും സംസാരിച്ചൊക്കെ നോക്കി. അവിടെ സംസാരിച്ചൊക്കെ നോക്കി. അവിടെ നോക്കിക്കോ, ഇവിടെ നോക്കണ്ട. നിങ്ങൾ അവിടെ സംസാരിച്ചു. എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്നൊക്കെയുള്ളത്? ഉപ്പാനോട് നോക്കിയ അടുത്തോട്ടേക്ക് രണ്ട് സൈഡ് ആക്കിയത് ഇവിടെ നോക്കണ്ട. അവിടെ നോക്കി വേറെ ഒരാങ്ങളുടെ ഭാര്യയും മോളും മക്കളും. ഇവിടെ നോക്കണേ. ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തർ ഏട്ടത്തി ഒരുങ്ങി വന്നു. ഇത് നാത്തൂരാണല്ലോ റസിയന്റെ ഉമ്മയാണ്, വയനാട്ടുകാരിയാ. കാവുമ്പന്തോ രാവിലെ എത്തിയതാ. പേരക്കുട്ടിന്റെ കല്യാണം. മെഹറാണിത്. ഞാനായി ഇനി പ്രാർത്ഥന. إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കോളേജ് സിറ്റി ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുക. വാ, ഇറങ്ങുക. ഒരു വെള്ള ടവലിട്ടോ. നോളജ് സിറ്റിയിലേക്ക് അതാ കാറിൽ കയറാൻ പോകുന്നു. ഈ കാർ ഏതേലും ആ അടിപൊളി കാറിലാണ് ചെക്കനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ചെക്കൻ പോകുന്ന കാർ ഏതാണെന്നറിയാം, കൂപ്പർ വിദേശ കാറിലാണ്. ഇതാ കയറിയിരുന്നു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ നോളജ് സിറ്റിയിലേക്ക് അല്ലേ. ആ മിനി കൂപ്പർ ഒന്നുണ്ട്, അതിലാണ് ചെക്കൻ പോണത്. ഞങ്ങളൊക്കെ പോണ അതിന് ഇതിലാളായോ? ആ ആ ഇതിലെത്ര അല്ല ഞങ്ങൾ വണ്ടിണ്ട്. അല്ല അല്ല നിങ്ങൾ കയ്യിൽ പോയിക്കോ. ആ വരി വരി വരി. ആ എവിടെ മക്കളെവിടെ? മക്കളെവിടെ? ഒന്നുമില്ല. പെൺകുട്ടികളെവിടെ? കുട്ടികൾ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ പങ്കെടുക്കുന്നത്. ലക്ഷദ്വീപിലെ ആൾക്കാരാണ് ഇവര് ചില്ലറക്കാരല്ല കേട്ടോ. ഇവരെ ജോലി എന്തായിരുന്നു? ഇവരെ ഉദ്യോഗം എന്തായിരുന്നു? പോലീസ്. ലക്ഷദ്വീപിലെ അഗത്തിയിലെ പോലീസുകാരന്ന് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ. ആങ്ങളന്റെ കൂട്ടുകാരാണ് ഇവരെല്ലാം. ഇതാ ലക്ഷദ്വീപിലെ ആൾക്കാരെ കാണാത്തവർ കുറെ പേരുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കാണുന്നത്, നിങ്ങളെ കണ്ടപ്പോ കേട്ടിട്ടേ ഉള്ളൂ. ഇതാ മക്കള് ഒരു ഹായ് കൊടുക്കി ഞങ്ങളെ കുടുംബക്കാർക്ക്, ലക്ഷദ്വീപിലെ ആൾക്കാരെ ഹായ്. അങ്ങനെ ഞങ്ങൾ കല്യാണം നോളജ് സിറ്റിയിലാണല്ലോ ഉള്ളത്. അങ്ങനെ നോളജ് സിറ്റിയിലേക്ക് ഇതാ ഞങ്ങൾ കടന്നു പോകുന്നു. എത്താനായി ഇതാ കാണുന്നത് തന്നെ. കുറച്ചൊക്കെ നോളജ് സിറ്റി ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കല്യാണം 4 മണിക്കാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങ് ഇറങ്ങിയതാ. ആ സെൻറ്ററിൽ നേരെ പോയിട്ട് ലെഫ്റ്റ് എന്നാ പറഞ്ഞത്. നോക്കട്ടെ, നേരെ പോകുന്നുണ്ട്. പോയി ആ പള്ളിയുടെ ഇനി ഇവിടുത്തെ പള്ളി എത്തണേ ഉള്ളൂ അല്ലേ? ഇതല്ലേ പള്ളി? ആ യെസ്, ആ പള്ളി ഇതാ. ഈ പള്ളി കഴിഞ്ഞിട്ട് ഏത് ഭാഗത്ത് നിന്നാ പറഞ്ഞത്? ലെഫ്റ്റ് അല്ലേ? ആ അങ്ങനെ ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇവിടെ പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. മൊത്തത്തിൽ ബിൽഡിങ്ങും ചുറ്റും പച്ചിപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. എന്ത് ആ ഫ്ലാഗ് ഇന്നിപ്പോ ഓഗസ്റ്റ് 15. ഇനി എങ്ങോട്ടാ വണ്ടി? നേരെയാ? ആ നേരെ കൺവെൻഷൻ സെന്റർ. ആ ബിൽഡിങ്ങാ? ആ നമ്മൾ ആൾക്കാരെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. കാണുന്ന ഇതില്ലേ? അതിലൂടെ അല്ലേ കയറണ്ടി? ഇനിയും ഫ്രണ്ടിലേക്കാ? ഇനിയും പോണോ? പാർക്കിംഗ് ആണോ അറിയില്ല. എന്നാ അതിൽ കേറി. നമ്മളെ വണ്ടി കണ്ടോ? അതാ ബസ് വന്നോ നമ്മളെ? ആ അതാ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി
കുറച്ച് ദൂരം കേട്ടോ. നോളജ് സിറ്റിയിൽ കൊടിയത്തൂരിന്ന് കുറച്ച് ദൂരാ. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും രണ്ടാൾക്കാരെ സൗകര്യം പ്രമാണിച്ച് അങ്ങോട്ടേക്ക് ആക്കിയത്. കുലു ഞങ്ങളെ വീട്ടിൽ ഞങ്ങളാകെ എനിക്ക് 2 ആൺമക്കളേ ഉള്ളൂ. ഒരു കല്യാണത്തിന് പങ്കെടുത്ത ആരൊക്കെയെന്നറിയോ? ഇതാ ഒരു മോള് മാത്രം. ഒരു മോന് ദുബായിലാണല്ലോ ചെറുത്. മോനും കുടുംബം ദുബായിൽ. മൂത്ത മോനെ എക്സാമിൻ്റെ തിരക്കാണ്. അതുകൊണ്ട് മൂത്ത മോൻ്റെ ഭാര്യ മാത്രം കല്യാണത്തിന് പങ്കെടുക്കുന്നുള്ളൂ. ഞങ്ങൾ 3 പേര് ഇതപ്പം വന്നു. ഇനി ഞങ്ങൾ സെൻറ്ററിൽ പോട്ടെ കേട്ടോ. എവിടെ നോക്കട്ടെ. ഞങ്ങളെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തി. ഇതാ കണ്ടോ, വാലൻസിയ ഗാലറി കൺവെൻഷൻ സെൻറ്റർ. അടിപൊളിയാട്ടോ. ലുക്കൊന്ന് കാണട്ടെ, ഞങ്ങളെ ലുക്ക് ഇതിൻ്റെ സെൻറ്ററിൻ്റെ. അടിപൊളിയാണേ. വെൽക്കം ടു ഹിജാസ് ആൻഡ് ദിൽഷ. ഹായ് ഹായ്. എല്ലാരും നേരത്തെ എത്തിയില്ലേ? അതാ എല്ലാരും ഇവിടെ ഇരിക്കണേ ഉള്ളൂ. ചായ എത്തിയോ? ഇതാ ആങ്ങളമാർ 2 ആൾ ഇതാ അവിടെ. ഇവിടുന്ന് എത്തുമോ? ഇവിടുന്ന് കുടിക്കാനായോ? ആളെ കിട്ടിയത് വയ്ക്കുന്ന കഴിച്ചു. അല്ല ഞങ്ങളെ കൂട്ടിയതാ. അവിടെ പോയോ? ഇല്ല കൊടിയത്തൂര് പോയില്ല. വന്നു അത് സമയമല്ല, ആ ടൈമിലാ. ഇങ്ങോട്ട് കയറണ്ട, വണ്ടി ബ്ലോക്കാ റോഡ് പോലൊക്കെ. പറയട്ടെ പലതരം ജ്യൂസ് ഉണ്ട്. ഞാൻ വത്തക്ക വന്നില്ല. കാറില് പോയിലിറക്കി. ഞങ്ങൾ പറയും പുരയിലേക്ക് വരണ്ട, അവിടെ ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങള് 10 ഞങ്ങളെ വീട്ടിൽ നിന്ന് ആകെ ഞങ്ങൾ 2 ആള്, ഞങ്ങൾ 3 ആള് ഞങ്ങൾ കല്യാണത്തിന് ഇങ്ങോട്ട് കയറിയില്ല, സെന്ററിൽ കയറിയില്ല. അപ്പൊ തന്നെ ഇവരെ ഭാര്യ അസ്മ അല്ലേ, എന്റെ ബ്ലോഗ് കണ്ട് അതുപോലെ കൃഷി എടുത്തിട്ട് നന്നായി ഉണ്ടായി. അപ്പൊ എന്നോട് ചോദിക്കുക, നിങ്ങൾ ബ്ലോഗറല്ലേ? എവിടെ വീട്? ആ, ഞങ്ങളെ കല്യാണ പെണ്ണിന്റെ ബന്ധക്കാരാ. അങ്ങനെ ഇവിടെ വന്ന് കണ്ടു. ആണോ? ദിൽഷന്റെ ഉപ്പാന്റെ പെങ്ങളാ? നിങ്ങളെ പേരെന്താ? നിങ്ങളെ റംല. ഇവിടെ വന്ന് നോക്കുമ്പോ എല്ലാം അറിയുന്നത് കല്യാണപ്പെട്ട് ദിൽഷന്റെ ഉപ്പാന്റെ അനിയത്തി അല്ലേ? അനിയത്തി. ഓരോരുത്തരായി വരുന്നത് തന്നെ ഉപ്പാന്റെ പെങ്ങളെ മോളാ, കുഞ്ഞാള് ഞങ്ങളെ. ഫുഡിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇതാണ് അടിപൊളി സെക്ഷൻ അല്ലേ, എല്ലാ വലിപ്പല്ലേ, എല്ലാ സൗകര്യമുണ്ട്. ഇതാ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം. ഇത് ഫുഡ് പല ഭാഗത്ത് വെക്കുന്ന. ഇതാ അവിടെ ഒന്ന് പോയി വെക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞാൽ ആൾ നിറയും. ഇപ്പം തന്നെ ഒന്ന് നോക്കട്ടെ. ഇതവിടെ 2 ഇതില്ലേ. പണി തുടങ്ങുന്നേ ഉള്ളൂ, ഒരുക്കങ്ങളാകുന്നേ ഉള്ളൂ. ഭയങ്കര സെറ്റപ്പ് കേട്ടോ.
അടിപൊളി. ഹായ്, എന്താ രസം. ആൾക്കാരിങ്ങനെ കൂടി വരുന്നേ ഉള്ളൂ, സമയാവുന്നേ ഉള്ളൂ. ആ, ഇനി എവിടെയൊക്കെ കയറാൻ അതിനുള്ളാന്ന് തോന്നുന്നു കേട്ടോ. അതാണ് കല്യാണ മണ്ഡപത്തിൻ്റെ അലങ്കാരം. അടിപൊളി. നോക്കി പാല് ചോപ്പായിട്ട് നല്ലൊരു ഭംഗിയില്ലേ. ഞാൻ ചെക്കനും പെണ്ണും കയറിയില്ല, ഫസ്റ്റിലൊന്ന് കയറി നോക്കട്ടെ. നിക്കാഹിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത്. അപ്പുറം ഇപ്പുറം ഇരിക്കുക. നിക്കാഹ് കഴിഞ്ഞില്ല, 4 മണിക്കാണ്. നല്ല ഏരിയ ഉണ്ടല്ലേ, എല്ലാവർക്കും ഇരിക്കുക. സൂപ്പറായിട്ട് ലൈറ്റൊക്കെ ആകുന്നേ ഉള്ളൂ. 4 മണി ആയില്ലല്ലോ. എന്താ, ഞാനിവിടെ നിന്ന് ഇരിക്കട്ടെ. ഇവിടെയാണ് ഇപ്പം നിക്കാഹ് നടക്കുന്നതില്ലേ. ആദ്യം തന്നെ ഉപ്പാൻ്റെ പെങ്ങൾ ഇരുത്തേക്കോട്ടെ. അടിപൊളി ലുക്കാട്ടോ. കട്ട ചോപ്പിൽ. എനിക്ക് ചോപ്പ് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ദിൽഷൻ്റെ ആൾക്കാരാ. ഇവരൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഞങ്ങളെ അനിയൻ്റെ അനിയൻ കുഞ്ഞിൻ്റെ വീട്ടിലല്ലേ കല്യാണം. അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നല്ലോ. ദിൽഷൻ്റെ ആൾക്കാർ. അതെൻ്റെ വീഡിയോ ആദ്യം കാണുന്നുണ്ട്. നമ്മളെ അടുത്ത് വരുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയത്. അമിതൊക്കെ ഇവിടെ നമ്മളെ കാറെത്തി, ബസ്സെത്തി. നമ്മളത് ഒന്നേ വന്നുള്ളൂ, ഒരു ബസ്സേ എത്തിയുള്ളൂ. ആകാംക്ഷയുടെ മുന്നിലൊരാളെ അമിതൊക്കെ അവിടെ നിൽക്കി. ഒരാളെ എന്താ സംഭവം പോകുന്ന ആളാരാന്ന് ഒറ്റക്കാന്നിട്ട് എല്ലാരും വിളിച്ചിട്ട് ഒറ്റക്കാന്ന് സൗകര്യം വരെ ആക്കി തന്നല്ലോ. വരാനുള്ള സൗകര്യം വരെ ആക്കി തന്നല്ലോ. ഇനി അടുത്തൊരു ബസ് കൂടി ഉണ്ട് അല്ലേ. ആളായി. ഹലോ എല്ലാവരും പോയി. ഞങ്ങൾ എടുത്തു വന്നില്ല. ഭീഷ്മാനെ ഇന്റർനാഷണൽ ടൂർ എല്ലാവരും പെൻഷനീസിന്റെ പെങ്ങള്, മൂത്ത പെങ്ങള് ഡോക്ടർ ഇദ്രീസ്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, വേറൊന്നും പറഞ്ഞു. സേവന പിന്നെന്താ അറിയില്ല. ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് പഠിച്ചിട്ട് ഓർമ്മയില്ലേ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ട് ഇത് പിടിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങളാകുമ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം. കുറ്റിയാടിയാ ദിൽഷൻ്റെ പുതിയണ്ണീൻ്റെ ആൾക്കാർ. ഇതാണ് ഉമ്മ, ജാസിൻ്റെ പുതിയാപ്പളുടെ ഉമ്മ. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. കഴിഞ്ഞു. ഇതാ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതാ വന്നു. എവിടെ ഞങ്ങളാളെവിടെ?
നേരത്തെ എത്തി. ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് കാണട്ടെ വിചാരിച്ച്. ഉപ്പയാ, ദിൽഷന്റെ ഉപ്പയാ. അല്ല നമ്മളെ ഇതിൽ കൂടെ അല്ലേ ഗേറ്റ് അല്ലേ? ഗേറ്റ് ഇതിലൂടെ തന്നെയാ. വലൈക്കും അസ്സലാം. ഉമ്മയാണ് ദിൽഷയുടെ. ദിൽഷന്റെ ഉമ്മയാണ് പാപ്പനെ കണ്ട വാപ്പനെ ഞങ്ങൾക്ക് ആദ്യമേ പരിചയ നിശ്ചയത്തിന് വന്നപ്പോ. ദിൽഷന്റെ ഉമ്മയാന്ന്. ദിൽഷന്റെ ഉമ്മയാന്ന്. അറിയാലോ, ഞങ്ങൾക്ക് അറിയാലോ. രണ്ടാളും ഉമ്മാരും കൂടെ കെട്ടിപ്പിടിക്കുന്ന അങ്ങനെ ദിൽഷന്റെ എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇന്നെ വേഗം മനസ്സിലായില്ലേ? ഇവര് അനിയത്തിന്റെ ഭർത്താവിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലേ? വർക്ക് ചെയ്യലോ? ഏത് സ്കൂളിന്റെ പേര്? ശ്രീകൃഷ്ണപുരം സ്കൂളിലെ അധ്യാപകനാ. അധ്യാപകന്. കല്യാണത്തിന് ഒന്ന് കേറുന്നേ ഉള്ളൂ അല്ലേ? എന്താ പേര്? ആണോ? സ്റ്റാഫ് സെക്രട്ടറി നിസ്സാരാക്കണ്ട, ഭയങ്കര ഉത്തരവാദിത്വം. നമ്മളെ ബസ്സിലല്ല, നിങ്ങൾ വണ്ടിയിൽ വന്ന്. അരീക്കോട് ഭാഗം. അരീക്കോട് അത് ശരി. ഇപ്പൊ വീഡിയോ കൃഷി അല്ലേ? കൃഷി. ആടെ കുട്ടികളെടെ അങ്ങനെ. എന്നാ വരി വെള്ളം കുടിക്കാം. അത് ക്യാമറമാൻ വിചാരിച്ചാണ്. ക്ലാസ്മേറ്റാ. ഉഷാറിലെടുത്ത് വലുതാക്കി എടുത്തു. വെള്ളം സെക്ഷനാ. ആൾക്കാര് വേണമെന്ന് പിടിക്കട്ടെ. ഞാൻ കുറേ ആയി മുത്തൂര്. ഇതെൻ്റെ ഭീഷണിൻ്റെ ഒന്നാമത്തെ സുഹൃത്തും സുഹൃത്തിൻ്റെ കുടുംബവും സുഹൃത്തിൻ്റെ ഭാര്യത പാത്തുട്ടി ഞങ്ങൾ പണ്ടേ പരിചയമല്ല. താത്ത എല്ലാവരും പരിചയമുണ്ട്. നോക്കുന്നത് ഞങ്ങൾ റോഡ് ബ്ലോക്കാക്കി. ചെക്കനെ കാത്തുനിന്ന് സമയം അവിടെ നിർത്തി. അല്ല, അങ്ങ് VIP ഒക്കെ സമയത്തിന് എത്തൂ. നേരത്തെ വന്ന് നിൽക്കൂല. വാപ്പി ഇമ്മി രണ്ട് വാപ്പമാരും രണ്ട് വാപ്പി ഇമ്മി രണ്ട് വാപ്പി ഇമ്മി നിൽക്കട്ടെ. അളിയൻ ഇങ്ങോട്ട് തിരിച്ചാൽ വണ്ടി അളിയനെ വിളിച്ചാങ്ങുന്നു. ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ട് വരാന്. രണ്ട് വണ്ടി ഒപ്പം. ഒന്നിങ്ങോട്ട് ഇവരെ സ്വീകരിക്കല്ലേ? ചെക്കനെ സ്വീകരിക്കുന്ന ഞങ്ങൾ കാത്തു നിൽക്കുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ. പെണ്ണവിടെ പോയി, പെണ്ണും വണ്ടിയിലും. രണ്ടാളെ, ജാസിന്റെ ഉപ്പ ഉമ്മ, ദിൽഷന്റെ ഉപ്പ ഉമ്മക്ക് അതാ ചെക്കനെത്തി. ഓള് വേണ്ടതിന് വാപ്പർ സ്റ്റെപ്പ്. രണ്ട് വാപ്പാരും ഇറങ്ങണോ? ദിൽഷന്റെ ഉപ്പാനെയാ. നാത്തൂനതാ പിടിക്കുന്നു.
നാത്തൂന് ഇതാ മണവാട്ടിനെ ഇറക്കുന്നു. മാഷാ അല്ലാ ഇറങ്ങുന്നുണ്ട്. വരുന്നു, കയറി വരുന്നു. ഓ ജാസിൻ്റെ ഉമ്മ. ചെറിയോളെ കയറി, ചെറിയോളെ ഇവിടെ